ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും മാതാവും രാജ്യസഭാ എംപിയുമായ സോണിയാഗാന്ധിക്കുമെതിരെ പുതിയ കേസ്. ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് കേസെടുത്തത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർദ്ദേശപ്രകാരം ഒക്ടോബർ 3-നാണ് കേസെടുത്തത്. അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് കമ്പനി ഏറ്റെടുത്തതിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആരോപണം. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമൊപ്പം മറ്റു 3 പേർക്കും 3 കമ്പനികൾക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മേധാവി സാം പിത്രോദ, അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ്, യങ് ഇന്ത്യൻ, ഡോട്ടെക്സ് മെർച്ചന്റൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കൊൽക്കത്ത ആസ്ഥാനമായുള്ള ഡോട്ടെക്സ് എന്ന ഷെൽ കമ്പനി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രധാന സ്റ്റോക്ക് ഹോൾഡേഴ്സായ യങ് ഇന്ത്യക്ക് 1 കോടി രൂപ കൈമാറിയതായി നേരത്തെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. നാഷണൽ ഹെറാൾഡ് കേസിൽ ED സമർപ്പിച്ച കുറ്റപത്രത്തിൽ വിധി പറയുന്നത് ഡിസംബർ 16-ലേക്ക് മാറ്റിയിരുന്നു. ഡൽഹി റൌസ് അവന്യൂ കോടതിയാണ് വിധി പറയുക. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ED കുറ്റപത്രം സമർപ്പിച്ചത്. 2014-ൽ BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി സമർപ്പിച്ച സ്വകാര്യ ക്രിമിനൽ പരാതിയിൽ നിന്നാണ് 2021-ൽ ED അന്വേഷണം ആരംഭിച്ചത്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂട്ടത്തിലുള്ളവരും ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള AJL എന്ന കമ്പനിയെ യങ് ഇന്ത്യ എന്നൊരു കമ്പനി രൂപീകരിച്ച് തട്ടിയെടുത്തു എന്നാണ് സുബ്രഹ്മണ്യം സ്വാമി ആരോപിച്ചത്. നാഷണൽ ഹെറാൾഡ് ദിനപത്രത്തിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 90 കോടി ഇന്ത്യൻ രൂപ പലിശരഹിത വായ്പയായി കൊടുത്തുവെന്നും ഈ തുക ഇതുവരെ തിരിച്ചടച്ചിട്ടില്ലെന്നും സ്വാമിയുടെ പരാതിയിൽ പറയുന്നു. യങ് ഇന്ത്യ വഴി 50 ലക്ഷം രൂപയ്ക്ക് അസോസിയേറ്റഡ് ജേർണൽസ് 2000 കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്വത്ത് തട്ടിയെടുത്തെന്നായിരുന്നു പരാതി.